നാടകങ്ങൾ ലോകത്താകമാനം സാമൂഹ്യ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കിയതായി മുൻ മന്ത്രി ജി സുധാകരൻ. കരുനാഗപ്പള്ളി നാടകശാല സംഘടിപ്പിച്ച സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മാനവികതയെ ഇല്ലാതാക്കുന്ന ഒരു പ്രത്യയശാസ്ത്രത്തോടും യോജിക്കാൻ കഴിയില്ല. സാമൂഹ്യനീതി സംരക്ഷിക്കപ്പെടണം. ഭരണഘടനയെ സംരക്ഷിച്ചുകൊണ്ടാകണം ഭരണാധികാരികൾ ഭരിക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. നാടകങ്ങൾ ലോകത്താകമാനം വലിയ സാമൂഹ്യ മാറ്റത്തിന് വഴിയൊരുക്കിയ കലാസൃഷ്ടിയാണെന്ന് മുൻ മന്ത്രി ജി സുധാകരൻ പറഞ്ഞു. കരുനാഗപ്പള്ളി നാടകശാലയുടെ പ്രതിമാസ പരിപാടിയോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കിയെന്ന ഒറ്റ നാടകം കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വളർച്ചയിൽ വലിയ പങ്കുവഹിച്ചു. മനുഷ്യ സമൂഹത്തിന്റെ വളർച്ചയിൽ 16 മുതൽ 20 വരെയുള്ള നൂറ്റാണ്ടുകൾ സംഭാവന ചെയ്ത സാഹിത്യരൂപങ്ങൾ 21-ാം നൂറ്റാണ്ടിന് സംഭാവന ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. നാടകത്തിലൂടെ ജീവൻ ഒഴിഞ്ഞു വെച്ച കുറച്ചധികം പേര് ആലപ്പുഴ ഞങ്ങൾ ആര്യാട് ഭാഗത്തുണ്ട്. വളരെ പ്രാമാണികമായ നാടക സൗന്ദര്യത്തെ ഉണ്ടാക്കിടക്കും. പല പരിപാടികളിലും ചർച്ചകളും നടത്താനും ഞാനും ചിലപ്പോൾ പോയില്ല. പക്ഷെ ആര്യാട് ഭാഗത്തോട് അധികം നാടകങ്ങൾ എഴുതിയിട്ടില്ല. പക്ഷെ എഴുതിയിട്ടുണ്ടാകും, പക്ഷെ അധികം ഇല്ല. പക്ഷെ അദ്ദേഹം അതിലേക്ക് 3-4 8 നാടകങ്ങൾ എഴുതി അത് അഭിനയിക്കുകയും ചെയ്യുന്ന നാടകം സമൂഹത്തിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കി. വിപ്ലവങ്ങൾ തന്നെ ഉണ്ടാക്കി. നാടകകൃത്തുക്കളെ പലപ്പോഴും ഭരണാധികാരികൾ ഭയപ്പെട്ടു, സാഹിത്യകാരന്മാരെ ഭയപ്പെട്ടു, ശാസ്ത്രജ്ഞന്മാരെ ഭയപ്പെട്ടു. നവീനമായ അറിവുകൾ പകരുന്ന എല്ലാ വ്യക്തികളെയും എല്ലാ കൃതികളെയും സ്വേച്ഛാധിപതികളും ഏകാധിപതികളുമായിട്ടുള്ള ഭരണാധികാരികൾ എന്നും ഭയപ്പെട്ടിട്ടുണ്ട്. രഘുകുമാർ ചേരിയിൽ അധ്യക്ഷത വഹിച്ചു. കവിയായ ശ്രീ ജി സുധാകരൻ ഇവിടെ എത്തി. അതാണ് നമ്മുടെ ഇന്നത്തെ നാടകശാലയെ സംബന്ധിച്ചിടത്തോളം അഭിമാനിക്കത്തക്ക ഒരു കാര്യം. അദ്ദേഹത്തിന് കൃത്യം 4 മണിക്ക് തന്നെ പോകണം. 5:30 ആലപ്പുഴയിൽ ഒരു പരിപാടിയുണ്ട്. കുറച്ച് സമയം മാത്രം നമ്മളോടൊപ്പം സഹകരിക്കാനും കൃത്യസമയത്തെത്തിയ അദ്ദേഹത്തിന് നിങ്ങളുടെ പേരിൽ അദ്ദേഹത്തെ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് സ്വാഗതമോദാം. നാടകശാല ഡയറക്ടർ കരുനാഗപ്പള്ളി കൃഷ്ണൻകുട്ടി സ്വാഗതം പറഞ്ഞു. ക്യാമറമാൻ KP നമ്പ്യാതിരിയും മധു ആദിനാടും ചേർന്ന് ജി സുധാകരനെ ആദരിച്ചു. നാടകശാല മാഗസിന്റെ 59-ാം ലക്കം ഡോക്ടർ ഫയാസ് അമീൻ ജി സുധാകരന് നൽകി പ്രകാശനം ചെയ്തു. ഭക്ഷ്യക്കിറ്റ് വിതരണം ഷാജഹാൻ രാജധാനി ഉദ്ഘാടനം ചെയ്തു. അബ്ബ മോഹൻ, D മുരളീധരൻ, വിജയമ്മ ലാലി, ജയചന്ദ്രൻ തൊടിയൂർ, പൊണാൽ നന്ദകുമാർ, ഷാനവാസ് കമ്പിക്കീടിൽ, പ്രൊഫസർ അരുൺ കൊളാശ്ശേരിൽ, ലത്തീഫ് മാമൂഡ്, KP ലീലാകൃഷ്ണൻ, ജിജി വിജയൻ, സിന്ധു സുരേന്ദ്രൻ, സീന രവി, ഡോക്ടർ സുഷമ തോപ്പിൽ, രത്നമ്മ ബ്രാഹ്മ മുഹൂർത്തം എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.